ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആനുകൂല്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂരിന് നൽകാൻ താങ്കൾ മടിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിലും അദ്ദേഹം നരേന്ദ്രമോദിയെ പുകഴ്ത്തി. ഈ SIR സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ ഒരു യോഗം നടക്കുമ്പോൾ അതിന് പോകാതെ പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ തരൂർ അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നിട്ട് പോലും നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ പോവുകയും അതിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണോ? ആ ആനുകൂല്യം അദ്ദേഹത്തിനുണ്ട്? അതൊക്കെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. കാരണം അദ്ദേഹം ഇവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണം നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പോയി ഇലക്ഷന് മുമ്പ് തിരിച്ചു വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു കോൺഗ്രസ് നേതാവിനെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെയൊക്കെ സേവനം പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. തരൂരിന്റെ ഈ പോക്ക് ശ്രീ കെ മുരളീധരൻ അംഗീകരിക്കുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ അസംതൃപ്തി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നഗരത്തിലും ഒക്കെ നല്ലൊരു പാർട്ടി ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ താഴ്ത്തി കെട്ടാൻ ഞങ്ങളില്ല. ഈ കോൺഗ്രസിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം ഞാൻ പറഞ്ഞ് അത് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്ന ഒന്ന്, വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം. അനുകൂലം എന്ന് പറയുമ്പോൾ 10 വർഷം നീളുന്ന ഒരു സർക്കാരാണ്. സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ടാകും. പിന്നീട് ആരോഗ്യ മേഖലയെ സിസ്റ്റം ഫെയിലുവർ, ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ സഹകരണ ബാങ്കിലെ കൊള്ള, ഇങ്ങനെ തുടങ്ങി ഒരു പ്രതിപക്ഷത്തിന് വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി വിഷയങ്ങളുണ്ടായിട്ടും അതൊന്നും ആ നിലയിൽ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന വിമർശനമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വഴിക്ക് പോകുന്നു, ഇവിടെ രമേശ് ചെന്നിത്തല മറ്റ് ഒരു വഴിക്ക് പോകുന്നു, KC വേണുഗോപാൽ വേറൊരു വഴിക്ക് പോകുന്നു. ഈ ഒരു അനൈക്യത്തെക്കുറിച്ച് കോൺഗ്രസ് ഗൗരവത്തോടെ ആലോചിക്കേണ്ട സമയമായി. ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കല്ലെറിയാനും ഒന്നും പോയിട്ടില്ല. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടുള്ള സ്വർണ്ണക്കൊള്ള സെക്രട്ടേറിയറ്റ് മാർച്ച്, കലക്ട്രേറ്റ് മാർച്ചുകൾ ഇതൊക്കെ ഞങ്ങൾ നടത്തിയിട്ടില്ലേ? ഇതൊക്കെ ജനശ്രദ്ധയുടെ വികാരങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, നാളെയും പ്രവർത്തിക്കും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ബസ്സിന് കല്ലെറിയ, ഒരു ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം പിണറായി കൊണ്ടുപോയതിന് KSRTCക്ക് എറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് സമരം. അതെല്ലാം സമാധാനത്തിൻ്റെ മാർഗത്തിലുള്ള സമരങ്ങൾ താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീ കെ മുരളീധരൻ്റെ അഭിപ്രായം എന്താണ്? ഈ പുനഃസംഘടനയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഐക്യം കൂടിയോ അതോ കുറഞ്ഞോ? ഐക്യത്തിന് കുറവും കൂടുതലും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ ജയിക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുക. പുനഃസംഘടന പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പുനഃസംഘടനയെ സംബന്ധിച്ച് ആവശ്യത്തിന് കുറേ ഭാരവാഹികൾ വെച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇലക്ഷന് ശേഷം മാത്രമേ, ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അനുസരിച്ച് മൊത്തം ഒരു ക്രമീകരണം ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഇനിയും കൂടുതൽ ക്രമീകരണങ്ങൾ പാർട്ടിക്കകത്തുണ്ടാകും. ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് 60 സീറ്റെങ്കിലും ജയിക്കണം എന്നാണ് അടുത്ത അസംബ്ലിയിൽ. കാരണം കോൺഗ്രസ്സിന് കൂടുതൽ കിട്ടിയാലേ ഭരണം കിട്ടുള്ളൂ. ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിൽ മെയിനായിട്ട് മലബാർ ഏരിയയിലാണ് അവരുടെ പോക്കറ്റ് ഉണ്ട് അവർക്ക്. ആ പോക്കറ്റിൽ നിന്ന് അവർക്ക് പരമാവധി സീറ്റ് അവർ കിട്ടും. കേരള കോൺഗ്രസ്സിന് അവരുടേതായിട്ടുള്ള പോക്കറ്റുകളുണ്ട്. പക്ഷേ എല്ലായിടത്തുനിന്നും കൂടെ ഒരു 10-60 സീറ്റ് നേടിയെടുക്കേണ്ട കോൺഗ്രസ്സാണ്. എങ്കിലേ ഈ പറയുന്നത് പോലെ 80 മുതൽ മേലേക്കുള്ള സീറ്റുകൾക്ക് UDFന് വിജയിച്ചു വരാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.